ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കാം. ഈ ബൈബിൾ വാക്യത്തിന് ഒരു വിഷ്വൽ എക്സ്പ്രഷൻ ഉണ്ട്. ഇംഗ്ലീഷ് കലാകാരനായ വില്യം ഹോൾമീൻ ഹണ്ടിൻ്റെ ലോകത്തിൻ്റെ വെളിച്ചം എന്ന പെയിൻറ്റിങ്. കയ്യിൽ വിളക്ക് പിടിച്ച് വീടിൻ്റെ വാതിലിൽ മുട്ടുന്ന യേശുവിനെയാണ് ഈ ചിത്രീകരണത്തിലൂടെ കാണിക്കുന്നത്. ചിത്രത്തിലെ വാതിലിന് ഹാൻഡിലില്ല എന്നത് രസകരമാണ്. അതിനാൽ യേശുവിന് സ്വയം വാതിൽ തുറക്കാൻ കഴിയില്ല. വീടിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. യേശുവിൻ്റെ ശബ്ദവും നിങ്ങളുടെ ആത്മാവിൻ്റെ വാതിലിൽ കർത്താവ് മുട്ടുന്നതും നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഉത്തരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുമെന്നും നിങ്ങൾ കർത്താവിനെ സ്വാഗതം ചെയ്യുമ്പോൾ അകത്തു വരുമെന്നും മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മെ കുറ്റം വിധിക്കാൻ യേശു ഉദ്ദേശിക്കുന്നുവെന്ന ഭയത്താൽ ചിലർ വാതിൽ തുറക്കില്ല. എന്നിരുന്നാലും അത് അങ്ങനെയല്ലെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. NLT ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സുഹൃത്തുക്കളായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. നല്ല ബന്ധത്തിനായി യേശു വന്നിരിക്കുന്നു. നമ്മെ കുറ്റം വിധിക്കാൻ കർത്താവ് വരികയോ അത് ചെയ്യുകയോ ചെയ്യുന്നില്ല. പകരം യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നത് ഒരു സമ്മാനം നൽകാനാണ്. യേശുവിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി യേശു എന്ന വാതിൽ തുറക്കുക. ദൈവം നിങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്.